മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രകാശന പരിപാടിയിൽ ഭാരതാംബ ചിത്രം ഒഴിവാക്കി രാജ്ഭവൻ. വേദിയിൽ നിലവിളക്ക് മാത്രം. രാജ്ഭവനിന്റെ ത്രൈമാസിക പ്രകാശന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചപ്പോൾ തന്നെ ഈ ഭാരതാംബ ചിത്രം കാര്യത്തിൽ രാജ്ഭവനും മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു. അത്തരമൊരു ധാരണ പ്രകാരം തന്നെയാണ് മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചത്. നേരത്തെ രാജ്ഭവൻ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും ഭാരതാംബ ചിത്രത്തിലെ പുഷ്പാർച്ചന നിർബന്ധമാക്കുമെന്നായിരുന്നു ഗവർണർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അക്കാര്യത്തിൽ ഇതിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ആ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ചടങ്ങിനെത്തിയത്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ ചടങ്ങിലും ഭാരതാംബയുടെ ചിത്രമില്ല. ഇവിടെ നിലവിളക്ക് മാത്രമേ ഉള്ളൂ. നിലവിളക്ക് കൊളുത്തിയായിരിക്കും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യപ്പെടുക. അതിനുശേഷം രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയായ രാജഹംസിന്റെ പ്രകാശനവും നടക്കും. എന്തായാലും ഭാരതാംബ ചിത്രം ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ ധാരണ പ്രകാരം തന്നെയാണ് മുഖ്യമന്ത്രി ചടങ്ങിലേക്ക് എത്തിയത്. ഇതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിൽ വേണ്ടത്ര പ്രോട്ടോകോൾ പാലിച്ചില്ല എന്നുള്ള ആക്ഷേപങ്ങളും ഉണ്ട്. അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. വെറും സാന്നിധ്യം മാത്രമായിട്ടാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. അതുകൊണ്ടാണ് രാജ്ഭവനിലെ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്താത്തതെന്നാണ് നേരത്തെ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രതിപക്ഷ നേതാവ് എത്തിയിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി നിലവിളക്ക് കൊളുത്തി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുകയാണ്.